ഹലോ. മാങ്ങയുടെ സീസണല്ലേ ഇപ്പോൾ. അപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും എന്തായാലും മാങ്ങയുണ്ടാവും. അപ്പോൾ മാങ്ങയില്ലാത്തവർ കടയിലൊക്കെ പോയി മാങ്ങ വാങ്ങിച്ച് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കാട്ടോ. അപ്പോൾ അങ്കമാലിയുടെ അടുത്ത് വീടുള്ള ഞാൻ അങ്കമാലി മാങ്ങക്കറി വെക്കാൻ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 സബോള എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മാങ്ങയ്ക്ക് 2 സബോളയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു സബോള മതി. ഞാൻ സബോള കൂടുതൽ എടുത്ത് പോയതാണ്. പിന്നെ ചെറുതായി നീളത്തിലരിഞ്ഞ ഇഞ്ചി, പിന്നെ വേപ്പില എന്തോരണ്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെയാണ് ഈ കറിയുടെ ഒരു നല്ല സ്മെല്ല് കൊടുക്കുന്നത്. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളാട്ടോ. അത് കാരണമാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തേക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു നുള്ളിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ആ മഞ്ഞ കളർ പിടിക്കും കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ സബോളയും നമ്മളിട്ട മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി കൈ വെച്ച് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കാം. എൻ്റെ വീടിനടുത്തുള്ള വല്യമ്മ പറയൂട്ടാ, നമ്മൾ കറികളുടെ ഈ തിരുമ്മലിലാണ് കറിയിലേക്ക് കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ പകുതി വേവ് തന്നെ ഈ തിരുമ്മലിലാണ് ഉണ്ടാവാന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ സൈഡിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം നല്ല ചൂട് ചോറും ഈ ഒരു മാങ്ങാക്കറിയും അതേപോലെ കായത്തൊലിയും പയറും ഉപ്പേരിയും പിന്നെ മാങ്ങ ചെറുതായിട്ട് എരിഞ്ഞ് അതിൽ വെളിച്ചെണ്ണയും ഉപ്പും മുളക് പൊടിയും വേപ്പിലയൊക്കെ ഇട്ടിട്ടൊരു അച്ചാറുണ്ടായിരിക്കും. നല്ലൊരു ടേസ്റ്റ് ആയിട്ടത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ തിരുമ്മിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു മാങ്ങ, പുളിയുള്ള ഏത് മാങ്ങ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അതും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് അതിന് നേരിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പുകയാൻ സാധ്യതയുണ്ട്. അത് കാരണം കേട്ടോ ലാസ്റ്റ് ഇട്ടത്. പിന്നെ നല്ല നാടൻ പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാങ്ങക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ കേടാവാണ്ടിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പിറ്റേ ദിവസത്തേക്ക് ഇത് കഴിക്കാനും പെട്ടെന്നൊന്നും കേടാവില്ല. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കഴിച്ച് തിരുമിയ കാരണം ഞാൻ വേറെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ചീനച്ചട്ടിയിലേക്ക് ഡയറക്റ്റ് ഇതിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിനൊരു 2 മിനിറ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ 2ാം പാലില്ലേ, 2ാം പാൽ വെച്ച് നമുക്ക് വേവിക്കാം. പച്ചവെള്ളത്തിലല്ല, തേങ്ങാപ്പാലിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. അതാണ് ഈ കറിയുടെ ഒരു ഗുട്ടൻസ്. അതെ, ഞാൻ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2ാം പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കറി ഒന്ന് കുറുകി വരണം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ചൂട് ചോറും ഈ ഒരു കൂട്ടാനും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പർ. ഉച്ചയ്ക്ക് പിന്നെ വേറൊരു ചാറ് കറിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ച് 2ാം പാൽ കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ മാങ്ങയും സബോളയൊക്കെ ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട എന്നാണ് പറയുക കറി. എന്നാലും ചെറുതായിട്ടൊന്ന് ആ പാല് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നോക്കി, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. വേണമെങ്കിൽ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വറ്റൽമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നന്നായി മൂത്ത് വരണം. ഉള്ളി പകുതി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നല്ല സ്മെല്ലല്ലോ വരെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ താളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു മണം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റാം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിൽ കൂട്ടാനൊക്കെ അച്ഛനൊക്കെ മുളക് പൊടിയില്ലേ, അത് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് അധികം എരിവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എരിവിൽ ചെയ്തെടുക്കാം.
ഇതാ ഫൈനലി നമ്മുടെ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അതോടുകൂടി ഇതാ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഉള്ളപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ ഞാൻ ചോറും മാങ്ങാക്കറിയും പപ്പടമൊക്കെ കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ.